Agents. റൊണാൾഡോ നീ എന്താ ഇവിടെ? അച്ഛാ എന്റെ വർഷം വേണ്ട വളവ് കഴിയുമ്പോ അങ്ങോട്ട് പോകുമ്പോഴാ. ഇവിടെയോ? ഓ അത് ശരി. അപ്പൊ പണിയും കഴിഞ്ഞിട്ട് ഇതെന്റെ മുതലാളിയാ, സാർക്കസ് മുതലാളി. അച്ഛൻ എവിടെ പോയതാ? ഞാനേ നമ്മുടെ ഒരു ചായ പറയട്ടെ. ഞങ്ങൾ ഇപ്പൊ കുടിച്ചു. ഇപ്പൊ തന്നെ വയറൊക്കെ അറിയാലോ, ഗൾഫിലെ ഭക്ഷണമൊക്കെ ആയിട്ട് ആകെ പറ. എവിടെ പോയതാ? ഇത് ഇദ്ദേഹത്തിന്റെ മോളുടെ ഒരു അഡ്മിഷന് വേണ്ടി വിദേശത്തേക്ക്. അപ്പൊ ഇവിടെ നോർക്ക ഒരു ഓഫീസുണ്ട്, നമ്മുടെ കേരള സർക്കാരിന്റെ നോർക്ക ഒരു ഏജൻസിയാണ്. ഇവിടെ തൊട്ട് താഴെ തന്നെ. അത് ഇതുവരെ അറിയില്ല. കണ്ടിട്ടുണ്ട്. നോർക്ക വിദേശികളുടെ പുനരധിവാസം, നമ്മുടെ പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഏജൻസിയാണ്. അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തുമാത്രം ആൾക്കാർ പോയി വന്നു ഇരിക്കുമല്ലേ. വലിയ ബിൽഡിംഗ് ഇല്ലേ. നോർക്ക വഴിക്കാണ് വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ ഇപ്പൊ അയക്കുന്നത്. പണ്ടത്തെ പോലെ ഈ പ്രൈവറ്റ് ഏജൻസി എല്ലാം ഇപ്പൊ നടക്കില്ല. ഉടായ്പ പരിപാടി ഒന്നും നടക്കില്ല. ഇപ്പൊ എല്ലാം നോർക്ക റൂട്ട്സ് വഴിക്കാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളില്ലേ, അപ്പൊ ഓസ്ട്രേലിയ, ജർമ്മനി, ഡെൻമാർക്ക്, പിന്നെ ഗൾഫ് രാജ്യങ്ങള്, ഇവിടത്തേക്കൊക്കെ നഴ്സുമാര്, ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ് ഇവരെല്ലാം റിക്രൂട്ട് ചെയ്ത് വിടുന്നത് ഇപ്പൊ നോർക്ക റൂട്ട്സ് വഴിക്കാണ്. പ്രത്യേകിച്ചും ഈ ഗാർഹിക തൊഴിലാളികളില്ലേ, വീട്ടു ജോലിക്കൊക്കെ പോകുന്നില്ല. മുമ്പാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടു ജോലിക്കാർ അവിടെ പോകുന്നു, അവിടെ നിന്ന് സ്പോൺസർ ശരിയല്ല, തിരിച്ചു വരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാം നോർക്ക റൂട്ട്സ് വഴിക്കിട്ടാണ് എല്ലാം റിക്രൂട്ട് ചെയ്ത് അയക്കുന്നത്. അപ്പൊ എനിക്ക് വേണേലും വിദേശത്തൊരു വിസ ഒപ്പിക്കാൻ പിന്നെന്താ 100%. പക്ഷെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വല്ലതും വേണം. അല്ല, ഞാൻ ബൈക്ക് മെക്കാനിക്കാണ്, പണിയൊക്കെ അറിയാം. പക്ഷെ ഭാഷ അറിയാതെ ഇവിടെ പോയിട്ട് എന്ത് കൊടുക്കും? ഭാഷയൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അതിനല്ലേ നമ്മുടെ സർക്കാർ ഇപ്പോ നോർക്ക വഴിക്ക് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് സ്റ്റഡീസ് എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഠനം, ജോലി, എല്ലാം റെഡി. പിന്നെ നോർക്ക വഴിക്ക് ഇപ്പൊ വിദേശികളുടെ പുനരധിവാസം കൂടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ എല്ലാ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇപ്പൊ നോട്ട്. പഴയ നോർക്കൊന്നും അല്ല. എന്ത് പ്രശ്നമെന്നോ അത് ശരി. ഈ ഒരു ട്രെയിൻ അപകടം നടന്ന് ഓർക്കുന്നുണ്ടോ? ഒഡീഷയില് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അപകടത്തിൽപ്പെട്ട എല്ലാ മലയാളികളെയും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടായല്ലോ, നമ്മുടെ സുഡാനിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സുഡാനിലെ ഒരു ആഭ്യന്തര കലാപം. അത് വായിച്ചു, അതറിയാം, അതൊക്കെ അറിയാം അല്ലേ. ഈ ആഭ്യന്തര കലാപം നടന്ന സമയത്ത് ഓപ്പറേഷൻ കാവേരി എന്ന പേരിലൊരു ഗവൺമെന്റ് നമ്മുടെ സംവിധാനത്തിലൂടെ കൃത്യമായി നമ്മുടെ മലയാളികളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ കോവിഡ് സമയത്ത് ഇവിടെ അകപ്പെട്ടു പോയ പ്രവാസികൾക്ക് 5000 രൂപ വീതം. അതിനുവേണ്ടി അപേക്ഷിച്ചവർക്ക് 66 കോടി രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ലെന്നേ, അന്ന് ആ കാലഘട്ടത്തിൽ കോവിഡ് വന്നില്ലേ. ഈ കോവിഡ് വന്ന് ഈ രോഗം ബാധിച്ച എല്ലാവർക്കും വന്ന പ്രവാസികൾക്ക് 10000 രൂപ വെച്ചാണ് കൊടുത്തത് സർക്കാർ. ഇതെല്ലാം പോയിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഉണ്ടായി. അതെന്തെന്നറിയാമോ? ലോക കേരള ഓൺലൈൻ പോർട്ടൽ സംവിധാനം. അതിലൂടെയാണ് എല്ലാ പ്രവാസികളെയും ഒരുമിപ്പിക്കാൻ ഒരു സംവിധാനത്തിന്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നമ്മുടെ സർക്കാർ നോർക്ക വഴിക്ക് ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഇത്രയും അടുത്ത് കടന്നിട്ട് ഇതൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ എന്താണ് നോർക്കാന്ന് ഇപ്പൊ മനസ്സിലായോ? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 ദോശ കഴിക്കാം. ഇല്ല നമ്മളിപ്പോ കഴിച്ചു. എന്നെ മനസ്സിലായോ? പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമ്മച്ചയുടെ വകയിലൊരു ബന്ധുവാ. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഇവിടെ വലിയ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ വീട്ടിലോട്ട് വരുന്നു. ഇനി ഒരു ദിവസം ആവട്ടെ. ലിനിമോളെ സുഷമാവിനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞേ. 100%. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് പോകുന്നതിന് മുമ്പേ. ഒന്ന് പ്ലാൻ ചെയ്യും, നമുക്കൊന്ന് കൂടാം. ഓക്കെ, ശരി. അപ്പൊ ശരിയാ, ബിസിനസ് ഒക്കെ കൊള്ളാലോ. ബിസിനസ് അല്ല, വർക്ക്ഷോപ്പ്, സാൾട്ടസ്. ആയിക്കോട്ടെ, ശരി. മൊത്തം ഫ്രണ്ട്സ് ആണല്ലോ. 2 സാധാ ദോശ, 2 ഒരു ഓംലേറ്റ് കൂടെ വാങ്ങിച്ചു കഴിയും. പൈസ ഞാൻ കൊടുക്കും. എന്തിനാണ് ഇത്ര സവാള? ഞാൻ വിചാരിച്ച ചേച്ചി സവാള കറി ഉണ്ടാക്കാന്ന്. എന്നിട്ടേ വേറെ മമ്മി 8ാം വാർഡിലെ മെമ്പർ ആ രതീഷ് ഇല്ലേ, ഇങ്ങോട്ട് രതീഷ് അറിയില്ല നീ? പുള്ളിയുടെ ഭാര്യ പിണങ്ങിപ്പോയി. എന്ത് പറ്റിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ,
രതീഷിന്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, നല്ലതായിട്ട് ജീവിക്കുന്നു. നന്നായിട്ട് അത് നമ്മുടെ കണ്ണിലല്ലേ കുഴപ്പമൊന്നും ഇല്ലാത്തത്, മൊത്തം കുഴപ്പമായിരുന്നു. ഇപ്പോഴതൊക്കെ അറിയണേ. രതീഷിന്റെ ഫോണിൽ നിറച്ചും പെണ്ണുങ്ങളുടെ നമ്പറാണ്. ഫസ്റ്റ് പെണ്ണുങ്ങളുടെ നമ്പറിന് എന്താ ഇത്ര കുഴപ്പം എന്തുവാ? അതെ, പെണ്ണുങ്ങളുടെ നമ്പറിന്റെ എന്തോ കുഴപ്പം. അവനൊരു മെമ്പർ അല്ലേ, അവനിഷ്ടം പോലെ ആൾക്കാരുടെ നമ്പർ വേണ്ടി. ഇത് നമ്മളല്ലേ ചോദിക്കുന്നത്. പക്ഷെ അവക്ക് ഭയങ്കര സംശയ രോഗമായിരുന്നു. അപ്പൊ അവനെയാണ് പറയേണ്ടത്. അവനെന്തിനാ പറയണത്? പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം ചേച്ചി, അല്ലെങ്കിൽ അവൾമാര് തലേക്കറി ഇരിക്കും. പിന്നെ അത് ഒരു മെമ്പർ ആവുമ്പോഴത്തേക്ക് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ഫോൺ നമ്പർ ഫോണിലുണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെങ്കിൽ അവളൊക്കെ പോട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും പോയി. എല്ലാരും പറയണതേ ചെറുക്കൻ പാവാണ്. പക്ഷെ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെണ്ണ് വരച്ച വരല്ലേ ഒന്ന് കൊള്ളുന്നു. അപ്പൊ ബി പി ഒന്നും ഇല്ല ഉണ്ടോന്ന് എങ്ങനെ അറിയാം? ആ ബി പി അല്ല, ഭാര്യനെ പേടി. അത് തന്നെ. അതിപ്പോ ഇല്ലാത്ത ആരാ ഉള്ളത്? ഇവിടെ തന്നെ എത്ര പേർക്കുണ്ട്? ഇവിടെ ആർക്കുണ്ട്? പ്ലീറ്റ് വയ്ക്കാം. നല്ല പേടിയാ ഭാര്യനെ. ബി പി ഉള്ള ഒരാള് ഇവിടെ വേറെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവായിരിക്കും. അതാർക്ക്? ഇവിടെ ഉള്ള ആരാ? ഏട്ടനാ? ഏട്ടനുണ്ടോ അങ്ങനെ? അത് എത്ര സന്തോഷം. അല്ല, ഏട്ടൻ അങ്ങനെ ഉണ്ടാകും. എന്നെ പേടിയുണ്ടോ? ഇല്ല. പിന്നെ കനകനാണ് നീ ഭാര്യനെ പേടിയുള്ളത്. പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞതോ? കനകൻ മാത്രമുള്ള ഇവിടെ. പിന്നെ ആരാ? അമ്മാവനാ? അമ്മാവനുണ്ട്, റൊണാൾഡോ ചേച്ചി. റൊണാൾഡോ. അമ്മാവനൊക്കെ നല്ല പേടി അമ്മാവന്. ചേച്ചി ഉണ്ടാതിരിക്കും, കേട്ടോട്ടെ അങ്ങനെ വരും. പിന്നെ അത് മതി. ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല. ഇല്ലേ? പക്ഷെ ആരും നമ്മ ഒച്ച കേട്ടില്ലേ നീ? ഒച്ചായിട്ട് അമ്മാന്റെ റൂമിൽ പോയി നോക്കമ്മ. എനിക്ക് തോന്നുന്ന അമ്മാവൻ തന്നെയാന്നാ. എന്റെ സനോജ, ഞാൻ പറഞ്ഞില്ലേ ആ വണ്ടി നല്ല വണ്ടിയാണ്. ഓ ഹിസ്റ്ററി എടുത്ത വണ്ടി. ടയർ പുതിയത് മേടിക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇൻഷുറൻസ് കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. വില അത് പറഞ്ഞ നീ പറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടത്തില്ല. നീ പറഞ്ഞ വണ്ടിക്ക് കുഴിത്തുരുമ്പേ കിട്ടത്തുള്ളൂ. ഇത് വണ്ടി നല്ലത്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ വർക്ക്ഷോപ്പിൽ പണിഞ്ഞല്ല, ഞാൻ അവിടെ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ശരി ശരി ശരി, നീ എങ്കിൽ ചോദിച്ചിട്ട് വിളി. ഓക്കെ എന്താ? എൻ്റെ ഒരു കൂട്ടുകാരനെ സനോജ് എന്ന് പറയുന്നത്, അവന് അവൻ്റെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്റ്റീവ് ടൈപ്പ് ഒരു വണ്ടി വേണമെന്ന് എന്നേ പറഞ്ഞിരുന്നേ. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരാൾ ഒരു നല്ലൊരു വണ്ടി കൊണ്ടുവന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞ കൈ കൊടുക്കുക. അപ്പൊ അവർ റേറ്റ് കുറച്ച് പിടിച്ചോണ്ടിരിക്കുക. ഒരു വണ്ടി എനിക്ക് ശരിക്കും ആവശ്യം കേട്ടോ. ഞാനൊരു ദിവസം എത്ര ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കുന്നു? ഇത് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു സെക്കൻഡ് വണ്ടി എടുക്കുന്നത്. നിങ്ങൾ ഓട്ടോക്കൂലിക്ക് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? നിങ്ങൾ അവിടുന്ന് ഇവിടെ വരെ വരുന്നതിന് 100 രൂപ ഓട്ടോക്കൂലി, പിന്നെ തിരിച്ചു പോകുന്നതിന് 100 രൂപ. അതേ സ്ഥാനത്ത് വണ്ടിയിൽ വന്ന 100 രൂപ പെട്രോൾ അടിച്ച് നിങ്ങൾ 3 നേരം വന്ന് പോക്കൂടെ? അത് മാത്രല്ലടാ, ഈ മാർക്കറ്റിലെ പോക്ക് വരവ് എല്ലാത്തിനും വണ്ടി എന്നാ ഞാൻ പറഞ്ഞ ഒരു ആക്റ്റീവ് ടൈപ്പ് ഒരു സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാലേ നേരെ പണ്ടമാനും സ്കൂട്ടർ ഉണ്ടായില്ലേ? നമുക്ക് ഈ ആണുങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഓടിക്കാൻ പറ്റിയ വണ്ടി. അതാണ് ആക്റ്റീവ് ടൈപ്പ് ലേഡി സ്കൂട്ടറില്ലേ. ഗിരിജയ്ക്ക് എല്ലാം ഓടിക്കും. അല്ല, ഗിരിജയ്ക്കും ഇപ്പൊ ഉപയോഗിക്കാലോ. ഞാൻ ചീരത്തോട്ടത്തിലാണെങ്കിൽ ഇപ്പൊ അവൾക്കൊന്ന് കാണാൻ തോന്നി അങ്ങോട്ട് വരാൻ, എനിക്ക് അങ്ങോട്ട് ഒക്കെ പോവാലോ അല്ലേ? അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നല്ല ഓഫറുണ്ട്. പിന്നെ പുതിയതെടുക്കാതെ അവള് പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ എത്രയോ മുമ്പ് ഓടിച്ചല്ലേ, ഞങ്ങൾക്ക് ഒന്ന് അതാണ് നിങ്ങൾക്ക് അറിയാം. ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുക, നമുക്ക് കൈ തെളിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു കാറ് മേടിക്കാലോ. സ്കൂട്ടർ കൈ തെളിഞ്ഞിട്ട് കാറ് ഓടിക്കാലോ? അതല്ലടാ, സ്കൂട്ടർ കൈ തെളിഞ്ഞിട്ട് നമ്മളൊരു പുതിയ സ്കൂട്ടർ മേടിക്കും. പിന്നെ കാറ് പഴയത് സെക്കൻഡ് ഹാൻഡ് ഒന്ന് എടുത്തിട്ട് അതിൽ തെളിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ കാറ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഒരു ആക്റ്റീവ് ടൈപ്പ് എടുക്കാം. അതാകുമ്പോ അമ്മായിക്കും പഠിച്ചു കഴിഞ്ഞാൽ അമ്മാവനും അത്യാവശ്യം നല്ലോണം കൈ തെളിയാം. പിന്നെ 10-25 രൂപ കൊടുത്താൽ നല്ല വണ്ടി കിട്ടും. 1 ലക്ഷം ഉറുപ്പിക്കില്ല ഇപ്പൊ വണ്ടിക്ക്. അത് പുതിയതിനായിരിക്കും. അതെ, അപ്പൊ പിന്നെ 20 ഉറുപ്പിയൊക്കെ പറയുമ്പോ തനി പൊളിച്ചു വെക്കേണ്ട വണ്ടിയാവും. അല്ലല്ല, നല്ല വണ്ടി 3-4 വർഷം പഴക്കമുള്ള നല്ല വണ്ടി കിട്ടും. മേടിക്ക് പൈസ ഉണ്ടെങ്കിൽ നാളെ എങ്ങനെ പോയി നോക്കണം. അങ്ങനെ എടുത്തേടിയിട്ടില്ല, പലതും അറിയണതിനെ കുറിച്ചിട്ട്. ഇഞ്ചൻ പൊളിച്ച വണ്ടിയാണോ, ആക്സിഡന്റ് ഉണ്ടായി? ഹലോ കുബേര, ഞാനൊരു മെക്കാനിക്കല്ലേ. എനിക്ക് വണ്ടി കാണുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നീ ഈ പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ,
അത് നിനക്ക് അത്ര പരിചയമുള്ള? നല്ല പരിചയമുള്ള വണ്ടി. ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയാ. അതിപ്പോ എത്രക്ക് കിട്ടുന്ന പറഞ്ഞു? അതായത് ലാസ്റ്റ് 28 രൂപയ്ക്കാണെന്ന് നടക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അതെ. കനകന്റെ വണ്ടി മേടിച്ചു, അവനപ്പൊ വേറെ വണ്ടി മേടിക്കട്ടെ. അല്ല എനിക്ക് നല്ല സൂപ്പർ വണ്ടിയത്. വണ്ടിക്ക് വേറെ ഇച്ചിരി ഇളകിയൊക്കെ കിടക്കുന്നുണ്ടെന്നല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ രണ്ടും അതിന്റെ പോയി കിടക്കും. അവനത് വിട്ടിട്ട് പുതിയത് എടുത്തോട്ടെ. അത് വേണ്ട, ആ വണ്ടി എടുത്ത്. അമ്മാവ ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 28 രൂപയ്ക്ക് ഞാൻ മേടിച്ചുതരാം. എനിക്ക് 1 രൂപ കമ്മീഷൻ വേണ്ട. അമ്മ വണ്ടി എടുക്കും. ഒരു കാര്യം ചോട്ടെ, എന്താ ആ വണ്ടിക്ക് ഒരു 25 ഉറുപ്പിലുണ്ടാവും. 3 കമ്മീഷൻ അല്ലേ? സത്യത്തിന്റെ മുഖത്തേക്ക് പറ. എന്റെ മിശിഹായേ. നീ കമ്മീഷൻ മേടിക്കണോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഏതൊരാളുടെ ഞാൻ വണ്ടി മേടിച്ചാലും കമ്മീഷൻ കൊടുക്കണം. കണ്ടേ? അത് നിനക്ക് ഞാൻ തരും. അമ്മാവ അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് 28 രൂപ കിട്ടണം, നീ ഏത് വിലക്കാന്നോ കൊടുത്തോളാനാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ 30-31 വെളി കൊടുക്കായിരുന്നു. 3 രൂപക്കുള്ളൊന്നും ആ വണ്ടിക്ക് കിട്ടത്തില്ല. എനിക്ക് ആ കമ്മീഷൻ വേണ്ട. അമ്മ 28 രൂപയ്ക്ക് ഞാൻ വണ്ടി സത്യം. വണ്ടി ഒന്ന് നോക്കാലേ. ഞാൻ വിളിക്കട്ടെ. അതാണ് പറഞ്ഞു തരുന്നില്ല. അമ്മായിയും വന്നു. അമ്മായി വന്ന് അവിടെ അന്നനാടൻ വെച്ച് വരിക. എപ്പ വരാൻ പറഞ്ഞാ അറിയുള്ളൂ. എന്താണ് ഇത്ര നേരം? നിന്നോട് ഞാൻ എപ്പ വരാൻ പറഞ്ഞ? ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് 1 മണിക്കൂർ എന്നിട്ട് എനിക്ക് ഇപ്പോഴാ ബസ് കിട്ടുന്നത്. എടി 1 മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സൗകര്യത്തിന് ബസ് വരില്ല. ബസിന്റെ സൗകര്യത്തിന് നീ നിൽക്കണം. ഇവിടെ ഇപ്പൊ ഇത്ര ധൃതി പിടിച്ച് വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അവളോട് ഞാൻ ഇവിടെ 9 മണിക്ക് എത്താൻ പറഞ്ഞ അവളാ നേരത്തെ ഇവിടെ എത്തണ്ടേ? എനിക്ക് പല കാര്യങ്ങളുണ്ടാവും. ഒരു ബസ് താമസിച്ചതിനൊക്കെ ഇങ്ങനെ കിടന്ന് ബഹളമുണ്ട്. എന്തോ ഇപ്പൊ അത്യാവശ്യം. എന്താ അല്ലെങ്കിൽ നിനക്ക് ഈടായിട്ട് പറഞ്ഞ അനുസരണ വളരെ കുറവാണല്ലോ. എനിക്ക് അറിഞ്ഞൂടാ കൊച്ചെ. ഒരു സമയത്ത് വരാൻ പറഞ്ഞാൽ സമയത്ത് വരണം. അല്ലാണ്ട് നിന്റെ സൗകര്യത്തിന് വരുമ്പോ ഞാൻ ഇവിടെ കാത്തുകളല്ല. നിന്നോട് എന്തെന്ന് രാവിലെ 8 മണി നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാലേ ഞാൻ എന്തിനാന്ന് പറയാ, എന്തോ അത്യാവശ്യം. അതെന്തിനിപ്പോ എന്നോട് ഇപ്പൊ പറയണേ? എനിക്ക് സൗകര്യമുള്ളപ്പോ പറയും. വീട്ടിൽ നിന്നാകുമ്പോ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്നോട് വിസ്തരിച്ചാലേ പറ്റൂ. നേരെ എത്രയും നോക്കിയത്. എനിക്കറിയാം വയ്യ. എന്റെ ഭാര്യയോട് ഞാൻ ചൂടാവും. അമ്മായി കയറിപ്പോ അമ്മായി. മോരുമള്ള പോയിട്ട് എടുക്കും ഒരു മണം. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇത്ര നേരം കുഴപ്പമില്ല. ഞാൻ അവള് വരട്ടച്ചിട്ട് കാത്തിരിക്കായിരുന്നു. എത്ര നേരമായി പ്രഷർ വന്നിട്ടത്? 8 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞാ ഞാൻ. ഇപ്പൊ എത്ര നേരമായി? 1.5 മണിക്കൂർ 8 മണിക്ക് തന്നെ വരാൻ പറ്റുമോ അമ്മ? വരണം. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഓടാ, ആർക്ക് വേണം വണ്ടി? വണ്ടി വേണമെന്ന് പറഞ്ഞാ അങ്ങനെയുള്ളവർക്കല്ലേ വണ്ടി മേടിച്ചു കൊടുക്കണം. വണ്ടി കണ്ട അത്ര നേരമായിട്ട് അവള് മോരെടുക്കാൻ പോയിട്ട് നോക്കി വളഞ്ഞ. ഞങ്ങളിവിടെ വളരെ ലോകത്തോടൊരു വണ്ടിയുടെ കാര്യമെല്ലാം പറഞ്ഞ് ഒക്കെ ആയിരുന്നു ഞാനേ. ഇതിനൊക്കെ ഇച്ചിരി കാര്യം മതിയെന്ന്. ഉമ്മാതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞു വലിയ ആഗ്രഹം കൂടി. നീ എന്തായാലും ഇവിടെ വന്നിരിക്കണേ? നിന്നോട് ഞാൻ എന്ത് പറഞ്ഞ വിട്ടിട്ട്? മോരുമള്ള എടുക്കാൻ പറഞ്ഞ ഞാൻ? മോരുമള്ള എടുക്കാൻ പറഞ്ഞ ഇവിടെ വന്നിട്ട് മോരെടുത്തിരിക്കാണോ ചെയ്യാന്ന്? ഓടി എഴുതടി പോയി മോരുമള്ള എടുത്തു. എവിടെ പോയടാ? അറിഞ്ഞായിരുന്നോ? നമ്മുടെ അമ്മാവന് പൊട്ടം കടിച്ചു. ഇച്ചിരി നേരം നിന്നിട്ടുണ്ടെങ്കിൽ കേക്കാകത്തുന്ന അലർച്ച. അമ്മായി വന്നപ്പോ എന്തായിരുന്നു അമ്മാവൻ കിടന്ന് ബഹളം? 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വന്നില്ലെന്നു. ഇവിടെ നല്ല സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരുന്നതാ. അമ്മായിനെ കണ്ടതും വരുന്നവള് അന്നനട കുണുങ്ങി വരുന്നവള്. അങ്ങനെ അത് വേറെ എന്തെങ്കിലും പ്രശ്നം, നേരത്തെ എന്തെങ്കിലും ചെറിയ വടക്കെല്ലാം കാണും. മോരും വെള്ളം എടുത്തു കൊടുത്തു. മോരും വെള്ളത്തിന് ബഹളം. എങ്കിൽ എനിക്കൂടെ അല്പം മോരും എടുത്തോ. നല്ല മണമുള്ള സോപ്പായിരുന്നു. ചന്ദനച്ചോലയിൽ സാധനം മേടിച്ച് മോന്തിട്ട് ഒരു മടുത്ത് മറ്റേ അടുത്ത പരിപാടി കാണിക്കല്ലേ കേട്ടാ. അല്ല ക്ലീറ്റ മച്ചമ്പി ആ പൈസ തന്നില്ലായിരുന്നോ? ഇല്ല. ഇല്ലേ? അയ്യോ ഞാനത് പുള്ളിക്കാരൻ അന്നെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നിട്ട് അങ്ങനെ എവിടാ മച്ചമ്പി ദേശീയ സമ്മേളനത്തിന്റെ പരിപാടിയായിട്ട് പോയേക്ക് ഇവിടെ ഇല്ല. എന്റെ മുടിപ്പര അമ്മച്ചിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ മറിച്ചാണ് റൊണാൾഡോ ഞാൻ നിക്കണത്. പറയാനാ നോക്കും. അല്ല നമ്മള് കളിപ്പിച്ചല്ല അണ്ണനടുത്ത് ഇന്നലെ രാജ്യം നമ്മള് സാധനം എടുക്കുന്നത്. കളിപ്പിച്ചാണെന്ന് ഞാൻ പറഞ്ഞ നീ പൈസ തന്നിട്ട് എനിക്ക് മറിച്ച് ദിവസം കാര്യങ്ങളുള്ളതല്ലേ. എടേ ഞാൻ പോയി സാധനത്തിന് ചോദിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും എനിക്ക് കടം തരുമോ? ഇല്ലല്ലേ. കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. ആരെല്ലാം വെട്ടിച്ച് തട്ടിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അന്തസ്സായിട്ടാ? പിന്നെ ഇതാ ഇവിടെ കിടന്ന് കൂടുതൽ അരക്കരുത്. വലിയ കനമച്ചമ്പി അങ്ങനെ അറിഞ്ഞാണ്ടല്ലേ. ഞാൻ കനകസാറിന്റെ അടുത്ത് പറയണോ? എനിക്ക് കണക്കായി പോയി. അങ്ങോട്ട് എന്ത് പറഞ്ഞാലേ അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നതിന്റെ പേര് പുള്ളി കേസ് ചാർജ് ചെയ്യും. പിന്നെ ഗോതമ്പിന്റെ എവിടെ ജയിലിൽ കിടന്നിട്ട് അടിക്കേണ്ടി വരും. ആണ് നീ ന്യായം പറയാതെ പൈസ റൊണാൾഡോ. നാണം ഇല്ല റൊണാൾഡോ. എന്താ അവിടെ? ഒന്നുമില്ല.
ഒന്നുമില്ലേ ഇതാരാ കുപ്പി മേടിച്ച് പോന്നിട്ട് ഇതുവരെ പൈസ തന്നിട്ടില്ലെന്ന്. കുപ്പിയോ? ഷാജി അണ്ണ ന്യൂ ഇയറിന് അന്നേ അണ്ണയിൽ ഒരു സാധനം മേടിച്ചു. അണ്ണനിച്ച് ബ്ലാക്ക് പരിപാടിയുണ്ട്. അപ്പൊ അത് മേടിച്ച് അതിന്റെ പൈസ മച്ചമ്പി കൊടുത്തെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ വന്നപ്പോഴായിരുന്നു മച്ചമ്പി കൊടുത്തില്ല. എടാ അപ്പൊ ഈ ന്യൂ ഇയറിനൊക്കെ വല്ല ബീവറേജിൽ നിന്ന് മേടിച്ചാ പോരെ? അല്ല, 1 തീയതി പുതുവർഷം തലക്കണ മാറ്റാൻ അത് ബ്ലാക്കിലെ വെന്റേന്ന്. ഓ ഏടാ പാവം മാന്യായിട്ടൊരു കച്ചവടം ചെയ്യണത്. അങ്ങനെ പറഞ്ഞോളൂ സാറേ. ബ്ലാക്കിൽ കൊണ്ട് എക്സൈസുകാരെ കണ്ണുപൊട്ടിച്ച് അതാണ് ഞാൻ മാന്യത. പറയണത് പോലീസുകാരെ എക്സൈസുകാരെ കണ്ണ് വെട്ടിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പണി എടുക്കുകയാണ് അവൻ. എടാ ഒരു പാവപ്പെട്ടവൻ പണിയെടുത്തിടുന്നത് പൈസ തന്നു സാറേ. ഇത് കിട്ടിയിട്ട് വേണം മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ദാരിദ്ര്യം പറഞ്ഞ നിങ്ങൾ ഇന്നും ഇന്നലെയാണ്. ഞാൻ എത്ര വർഷം നിങ്ങൾ എന്നാ പിന്നെ അത്ര ഇത്രയാണെങ്കിൽ സ്ഥിരമാണെങ്കിൽ കാശ് കൊടുക്കണ്ട. ഇത് തെറ്റിദ്ധാരണയല്ലേ സാറ് പറയുന്നത് മനസ്സിലാക്കും. നീ എന്റെ പൈസ റൊണാൾഡോ, ഇത് ഇങ്ങനെ പറ്റൂല. അണ്ണാ ഇപ്പൊ വെള്ളിയാഴ്ച എനിക്ക് പണിക്കൂലി ഇട്ടാണ് ഞാൻ കൊണ്ടുതരാണ്. മടക്കൂല റൊണാൾഡോ, സൂക്ഷിച്ച് പൈസ കിട്ടണം. മുടിപ്പറ അമ്മച്ചാണെങ്കിൽ പൈസ കിട്ടണം. പതുക്കെ പറയടാ. കനകൻ അവിടെ പോലീസ് അകത്തായി പോയില്ലേ? എന്റെ പൊന്ന് സാറേ, ഈ പൈസ കിട്ടിയിട്ട് എനിക്ക് ഇത്തിരി കാര്യങ്ങളുണ്ട് സാറേ. 50 റോസ് പിടിക്കാം. എത്ര അതിന് എത്ര? നീ ചുമ്മാ കേട്ടാ, നീ ഒരുമാതിരി. നീ ഇപ്പൊ എന്തിനു വന്ന? തല്ലൂടെ വന്നാണ് കാശിന് വന്ന? അല്ല സാറേ, കാശ് കിട്ടാനായിട്ട്. എത്ര പൈസ അവൻ തരാളു? 500 രൂപ ഉണ്ട് സാറേ. 500 എന്നെ കാണുമ്പോ ഇങ്ങനെ റോഡ് കാണുന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവാ. ഞാൻ നോക്കി കഴിഞ്ഞാൽ കാണാതെ പോണ നിന്റെ പോക്കട്ടല്ലേ. മതി മതി, ഇനി അധികം ഒന്നും പറയണ്ട. എനിക്ക് കാശല്ലേ വേണ്ട സാറേ. ഇനി മേലെ വനൊന്ന് കൊടുത്തു പോരുത് നീ. ആ 500 രൂപ കൊടുക്കും. അതല്ലേ വെള്ളിയാഴ്ച പണിക്കൂലി കിട്ടുമ്പോ കൊടുക്കാന്ന് പറഞ്ഞത്. എന്റെ കയ്യിലില്ല. കനകൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അത്. അത് ഞാൻ ഡീൽ ചെയ്യാൻ സെറ്റ് ചെയ്യാം. വൈകിട്ട് സെറ്റ് ചെയ്യാം. നടക്കൂല. നടക്കണ്ട. ഞാൻ ഗിരിജോട് എന്നിട്ട് എന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്തു തരാൻ പറ. ഉണ്ട് അത് ന്യായം. ഇവിടെ കേട്ടെ, അടുത്തോണ്ട് വരാം. വന്നേക്കുന്ന 500 കുണുവയ്ക്ക് വേണ്ടിട്ട്. ഒന്നാമത് നീ ചെയ്യണത് നിയമവിരുദ്ധമായ സാധനം അല്ലേ? പിന്നെ കാശ് തരാത്തവന് എന്തിനാണ് കൊടുക്കാൻ നിൽക്കണത്? സാറേ, നമ്മൾ നിവർത്തി കൊണ്ട് ചെയ്യുമ്പോ ബിസിനസ് അല്ലേ സാറേ? കൊടുത്തു പോയി ഇനി വരട്ടെ. അമ്മ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു അമ്മാവന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്ന് 500 രൂപ ഉണ്ട്, അതിനെടുത്തേ. എന്തിനാ എന്തിനാ എന്തിനാന്ന് പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞു പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് പോയി അന്വേഷിച്ചിട്ട് പോയി, എന്നിട്ട് തരാം. അത്യാവശ്യം എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഇപ്പൊ തരാൻ പറ്റത്തില്ല പൈസയൊന്നും. ഇപ്പൊ അന്വേഷിച്ചോ. അങ്ങനെയൊക്കെ സ്റ്റോക്ക് ചെയ്ത സാധനം ഇതേമാതിരിയുള്ള ആൾക്കാർക്ക് ഈ കടത്തം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ബിസിനസ് നടക്കട്ടെ സാറേ. വരുന്നതൊക്കെ ഇതുപോലെ കീടം കേസുകൾ വന്ന് കയറുന്നതെല്ലാം കീടങ്ങൾ. നിങ്ങളുടെ ബാഗ് കൊണ്ടുപോടാ. ആണ്ട് കൊടുത്തോ? ഇല്ല, കിട്ടിയില്ല. അമ്മാവ് എടുത്തതിന്റെ ഞാൻ പറഞ്ഞു. എന്നതുപോലെ അമ്മാവൻ പറഞ്ഞു പോക്കറ്റിൽ 500 രൂപ എടുത്തരാൻ പറഞ്ഞു. അപ്പൊ എന്താ കാര്യത്തിനൊക്കെ ചോദിച്ചു. അവിടെ എന്ത് കാര്യത്താന്ന് ചോദിച്ചാ? ഓ എന്തിന്? ഇല്ലെന്ന് പറഞ്ഞു. എടാ ഞാൻ എടുത്തു തരാൻ പറഞ്ഞില്ലേ നീ? ആന്നേ, എന്താ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അമ്മാവൻ പറഞ്ഞാന്ന് പറഞ്ഞു. തരാൻ പറ്റത്തില്ല. അവിടെ ഞാൻ അല്ല, നീ പൈസ എടുത്ത് പതുക്കിയാടാ. വേണ്ട പൊക്കിളിനാട് ഒരു ഒറ്റ കുത്തുകുത്തിയാണോ രാജീണ? അറിയാലോ പോ, ഞാൻ തരാം. അമ്മച്ചാണോ നീ പൈസ അമ്മച്ചപ്പൻ പോ. ഞാൻ ആ റൊണാൾഡോ പൈസക്ക് വിട്ടപ്പോ നീ എന്താ അവന്റെ പൈസ കൊടുത്താക്കാൻ? എന്തിനാന്ന് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ചേട്ടാ. അതെന്തിനാ? നീ എന്തിനാന്ന് അറിയണേ? എന്റെ പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് അവൻ എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞാച്ചാൽ നിനക്ക് ആ പൈസ എടുത്തു കൊടുത്താ പോരെ? എന്തിനാന്ന് അറിയാതെ എങ്ങനെയാ ചേട്ടാ പൈസ? നിന്റെ വീട്ടിൽ നിന്ന് ശ്രീധരൻ കിട്ടിയ പൈസ ഒന്നല്ലോ, ഞാൻ അധ്വാനിച്ചിട്ടൊക്കെ പൈസ അല്ലേ? ഞാൻ അവിടെ ഒരാൾ നിൽക്കുമ്പോ അയാളുടെ അടുത്തുനിന്ന് ഞാൻ ഇവന്റെ പൈസക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പൈസ കൊടുക്കില്ല പറഞ്ഞ് തിരിച്ചു പറഞ്ഞാൽ ഞാൻ അയാളുടെ മുമ്പിൽ ഒരു പെൺകോന്തനായില്ലേ? എന്തിനാ ചേട്ടാ ആവശ്യമില്ലാത്ത ആവശ്യമില്ല പറഞ്ഞു. നാലാളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ എത്ര കാലമായിട്ട് എന്നെ കെട്ടിയിട്ട്? നീ എന്നെ ഭരിക്കാൻ വേണ്ട. ഞാൻ നിന്നോട് കാശെടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ നീ കാശെടുത്ത് കൊടുത്താൽ മതി. ന്യൂ ഇയറിന് കള്ളു കുടിക്കാൻ കാശാ കൊടുക്കാണ്ടായിരുന്നു. അതിനാ എന്തേ അറിഞ്ഞാലേ കൊടുക്കൂ. വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ നടക്കുവാ. അല്ലെങ്കിൽ പെണ്ണുക്ക് ആപത്തിൽ കൂടുതലാ. ഞാൻ നിന്നെ കെട്ടിയത് നീ അല്ല. നീ അങ്ങനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലായി. നീ എന്താ കാശെടുത്ത് കൊടുക്കാൻ ചെടി? അതിന് ഉത്തരം പറയാ. ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ നിൽക്കരുത്. അമ്മായി അറിയാതെ പറഞ്ഞതാണ്. എനിക്കെന്റെ സ്വഭാവം അറിയില്ല. എന്താണ് നിന്റെ വിചാരം? മറ്റുള്ളവരെ പോലെ ഞാനൊരു പെൺകോന്തനാണെന്ന് കരുതടി നീ? എന്തിനാന്ന് നീ എന്തിനാ ചോദിക്കണെന്ന്? ഞാൻ അധ്വാനിച്ച പൈസ
എന്റെ ചീരത്തോട്ടുനിന്ന് ഞാൻ അധ്വാനിച്ച പൈസ അത് ചിലപ്പോ 500 ആവും, 1000 ആവും, 2000 ആവും. വേണ്ട വേണ്ട വെക്കുന്നതും എന്റെ കാര്യം നോക്കിയാ നിൽക്കുന്നു. ഇനി മേലെ ഞാൻ എന്റെ പൈസ വെച്ച് ഞാൻ പറഞ്ഞത് ചുമ്മാ ഇരുടാ, ചവിട്ടും. സ്വഭാവം എനിക്കറിയില്ലേ നിനക്ക്? നോക്കി പഠിപ്പിക്കല്ലേ? എന്തടി നീ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കണേ? ഞാൻ പറഞ്ഞതിന് സമാധാനം പറയണി. നീ മേലെ നീ ഇതുപോലെ കാണിക്കോ? ഞാൻ ആ ഷാജിന് മുമ്പിൽ എത്ര നാണം കെട്ടുമെന്ന് അറിയണക്ക്. അവന്റെ മുമ്പിൽ ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് പൈസ മേടിക്കാൻ വിട്ടിട്ട് അപ്പൊ തന്നെ റൊണാൾഡോ വന്നിട്ട് ഇന്നോട് അമ്മായി പൈസ തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് നിന്റെ അടുത്തൊരു വില ഇല്ലാന്നായില്ലേ? എന്താണ് നിന്റെ വിചാരം? മറ്റുള്ളവരെ പോലെ ഞാനൊരു പെൺകൊന്നാണെന്ന് കരുതി നീ? എന്നെ പേടിക്കണം നീ. ഭാര്യമാര് ഭർത്താക്കന്മാരെ പേടിക്കണം. അതെ, ആവശ്യത്തിന് മതി, ഓവറാക്കല്ലേ. പറയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓവറാക്കിണ്ടല്ലോ, ചുടിയാൻ വെച്ചേരും. അവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലെ എന്നെ ഭരിക്കാൻ വന്നിട്ടില്ല. മറ്റാണുങ്ങളെ പോലെ എന്നെ കാണരുത് നീ. ഇടിച്ചു ചെന്നിട്ട് മനസ്സിലാവില്ല. ഒരുപാട് നാളെ ഞാൻ ക്ഷമിക്കണം. ഞാൻ നിങ്ങൾ എന്നെ ഭരിക്കാൻ വേണ്ട, ഞാൻ നിന്നെ കട്ടിയത്. അല്ലാണ്ട് നീ ഇന്നല്ല കട്ടിയത് കേട്ടാ. എന്തിനാണ് ചേച്ചി അമ്മ അവന് ഭാര്യ എന്നെ പേടിയില്ല, അതറിയിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ കേട്ടടി സാധനം. ഇതിലും വലിയ അഭിനയമാണ് മറ്റേ ഉറങ്ങിക്കിടന്നത്. സൂപ്പർ. ഇതിന് 60 വയസ്സാണോ 6 വയസ്സാണോ?